ജോസഫ് നാമധാരികളുടെ സംഗമം നാടിന് പുതിയ ആവേശവും ആത്മീയതയും സമ്മാനിച്ചു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താമറിയം അർക്കദിയാക്കോൺ തീർത്ഥാടന ദേവാലയത്തിലെ കോഴ സെന്റ് ജോസഫ് കപ്പേളയിലെ വണക്കമാസ ആചരണത്തോടനുബന്ധിച്ചാണ് കപ്പേളയിൽ ജോസഫ് നാമധാരികളുടെ സംഗമം നടന്നത്. നൂറുകണക്കിന് ജോസഫുമാർ സംഗമത്തിലെത്തി മാർ യൗസേപ്പിതാവിന്റെ മധ്യസ്ഥം തേടി. 10,000-കണക്കിന് ആളുകളാണ് കപ്പേളയിൽ മാർ യൗസേപ്പിതാവിന്റെ മരണത്തിരുനാളിലും ഊട്ടുനേർച്ചയിലും എത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജോസഫുമാരാണ് നാട്ടുകാരായ ജോസഫുമാർക്കൊപ്പം എത്തിയത്. നാമധാരി സംഗമം തലമുറകളുടെ സംഗമവേദിയായി മാറി. കൈക്കുഞ്ഞുങ്ങളായ ജോസഫുമാർ മുതൽ മുതിർന്ന തലമുറയിലെ കണ്ണിയായ യൗസേപ്പുമാരും എത്തി. ഔദ്യോഗിക നാമത്തിലും മാമോദിസായിലൂടെ ലഭിച്ച പേരിലും മാർ യൗസേപ്പിന്റെ നാമം സ്വീകരിച്ചവരാണ് സംഗമത്തിനെത്തിയത്. ആർച്ച് പ്രീസ്റ്റ് റെവറൽ ഡോക്ടർ തോമസ് മേനാശ്ശേരി, സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചിറ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ തോമസ് താന്നിമലയിൽ, ഫാദർ ജോസഫ് ചൂരയ്ക്കൽ, ഇടവകാംഗവും പാസ്റ്ററൽ അസിസ്റ്റന്റുമായ ഫാദർ ജോസ് കോട്ടയിൽ എന്നിവർ ജോസഫുമാർക്ക് ആശംസകളുമായി സംഗമത്തിനെത്തി. കോഴ സെന്റ് ജോസഫ് കപ്പേള കുറവലങ്ങാട് മർത്തമറിയം ഇടവകയിലെ ഒരു പ്രധാനപ്പെട്ട കപ്പേളയാണ്. യൗസേപ്പിതാവിൻ്റെ നാമത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേള അനേകായിരം ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. ഇവിടെ എല്ലാ വർഷവും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കമാസവും അതുപോലെ മരണത്തിരുന്നാളും സമുചിതമായിട്ട് കൊണ്ടാടി വരികയാണ്. എല്ലാ വർഷത്തിലും മാർച്ച് 19-ാം തീയതി നടത്തുന്ന മരണത്തിരുന്നാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അന്ന് നടത്തപ്പെടുന്ന ഊട്ടുനേർച്ചയിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്ന് പങ്കെടുക്കുന്നത്. പലപ്പോഴും ജില്ലയ്ക്ക് പുറത്തുനിന്ന് തന്നെയും ആളുകൾ വന്ന് പങ്കെടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിലുടനീളം നടക്കപ്പെടുന്ന വണക്കമാസത്തിലും വൈകുന്നേരങ്ങളിൽ നടത്തുന്ന വിശുദ്ധ കുർബാനയിലും നൂറുകണക്കിന് ആളുകൾ സംബന്ധിക്കുന്നു. മാസാവസാനം 30-ാം തീയതി നടത്തുന്ന യൗസേപ്പിതാവിൻ്റെ ജോസഫ് നാമധാരികളുടെ സംഗമത്തിലും ഈ പ്രദേശത്തുള്ള യൗസേപ്പ് നാമധാരികളായിട്ടുള്ള എല്ലാവരും വന്ന് പങ്കെടുക്കുന്നത് ഒരു പതിവാണ്. യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളാണ് ഇത്രമാത്രം ഇവിടുത്തെ ജനങ്ങളെ ഈ ദേവാലയത്തോടും യൗസേപ്പിതാവിനോടും പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കെല്ലാവർക്കും നിരവധിയായ അനുഗ്രഹങ്ങൾ, സർവോപരി ഭാഗ്യമരണം നമുക്കെല്ലാവർക്കും ലഭിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാർ യൗസേപ്പിൽ ഏറെ ആകർഷണീയമായ നീതി നിർവഹണത്തെ മാതൃകയാക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് ആർച്ച് പ്രീസ്റ്റ് റെവറൽ ഡോക്ടർ തോമസ് മേനാശ്ശേരി പറഞ്ഞു. ഫാദർ ജോസഫ് ചൂരയ്ക്കൽ വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. മണമേൽ ജംഗ്ഷനിലേക്ക് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രദക്ഷിണവും നടത്തപ്പെട്ടു. ഷെഗന ന്യൂസ്, കോട്ടയം.